നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. IELTS റീഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മൾട്ടിപ്പിൾ ചോയ്സ്. ഇത് പലപ്പോഴും കൺഫ്യൂസിംഗ് ആണ്, ഒരു കൊനൻഡ്രമായിട്ട് ഫീൽ ചെയ്യും ആൻഡ് ഈസ് സംടൈംസ് ഇറിറ്റേറ്റിംഗ് because people find it very difficult to answer the question sometimes, not for everybody but for most of the people. It's because the way how the question is structured itself is a little complex. നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഒരു ലെങ്തി ക്വസ്റ്റൻ ആയിരിക്കും, ഓപ്ഷൻസും ലെങ്തി ആയിരിക്കും. അത് വായിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ചോദ്യം വായിച്ചിട്ട് ഓപ്ഷനിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ ചോദ്യം വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിൽ നിന്ന് വിട്ടുപോകും, പിന്നെയും ചോദ്യം വായിക്കേണ്ടി വരും. അങ്ങനെ പല രീതിയിലുള്ള അറ്റംപ്റ്റ്സ് ഒക്കെ ഒരു കാൻഡിഡേറ്റ് നടത്തും. പിന്നെ അത് അവർക്കൊരു ബോറഡി ആയിട്ട് മാറും. പിന്നെ അതിലൂടെ അവർക്കൊരു വല്ലാത്തൊരു ഫ്രസ്ട്രേറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് യൂണിവേഴ്സലി കോമൺ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഒരു റീഡിംഗ് പാസേജിൽ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഒടുവിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. ഒടുവിൽ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് കോളംസ്, ആൻസർ ഷീറ്റിലെ കോളംസിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ അത് മാറിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ ആൻസേഴ്സ് മൊത്തം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാസേജിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് ചോദ്യം ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ട്രൂ ഓർ ഫോൾസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചെയ്തതിന് ശേഷം ഒടുവിലായിരിക്കണം ഈ ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ നിർബന്ധം ഉണ്ടായതുകൊണ്ടല്ല. അതിൻ്റെ ഒരു ഉപയോഗം മറ്റ് രണ്ട് ചോദ്യങ്ങളും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പാസേജ് ഇത്തിരി വായിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാസേജുമായിട്ട് കുറച്ച് കൂടുതൽ പൊരുത്തം അല്ലെങ്കിൽ കൂടുതൽ പരിചയം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് ഏതൊരു ചോദ്യത്തിലും IELTS റീഡിങ്ങിൽ അത് പ്രധാനമാണ്. മറ്റു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ വളരെ പ്രധാനമായിട്ട് ചോദ്യത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കൃത്യമായിട്ടത് നിങ്ങൾക്ക് മനസ്സിൽ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുണ്ടാകണം. ഏത് ചോദ്യത്തിനും പ്രധാനമാണ്, മൾട്ടിപ്പിൾ ചോയ്സിന് പരമപ്രധാനമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സലി ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യത്തിൽ നിന്ന് 4 ഓപ്ഷനാണ് ഉണ്ടാകുക പൊതുവിൽ, ABCD. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ 1 പൊട്ടത്തെറ്റായിരിക്കും, 1 ഇറലവൻ്റ് ആയിരിക്കും, 1 ഡിസ്ട്രാക്ടർ ആയിരിക്കും, അതായത് വഴിതെറ്റിപ്പിക്കുന്നത്, 1 റൈറ്റ് ആൻസർ ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ പൊതുവിൽ എല്ലാത്തിൻ്റെയും ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. ABCD എന്നുള്ളതിൽ 2 എണ്ണം നമ്മൾ ആദ്യം തന്നെ എടുത്തു കളയാൻ വേണ്ടി പറ്റണം. അതായത് നമ്മളൊരു ചോദ്യം വായിക്കുന്നു, പാസേജിലേക്ക് പോകുന്നു, തിരിച്ച് ചോദ്യത്തിലെ ഓപ്ഷനിലേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത്, ഏതാണ് ശരിയുത്തരം എന്ന് നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 2 ഒബ്വിയസ്ലി റോങ് ആയിട്ടുള്ള ആൻസേഴ്സിനെ എടുത്ത് കളയാൻ വേണ്ടി പറ്റണം. അതെങ്ങനെ സാധിക്കും? നിങ്ങളുടെ പാസേജ് വായന വളരെ സ്ട്രോങ് ആൻഡ് ഇഫക്റ്റീവ് ആയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതല്ലാതെ വീണ്ടും ഇതാണോ A ആണോ B ആണോ C ആണോ D ആണോ നോക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്, വിഡിത്താണ്. അപ്പോൾ നിങ്ങളുടെ വായന, ഇംഗ്ലീഷിൽ നോളജ് ഉണ്ടെങ്കിലേ വായന കറക്റ്റ് ആവുകയുള്ളൂ. വായന കറക്റ്റായാൽ മാത്രമേ 2 ഓപ്ഷൻസിനെ, തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 2 ഓപ്ഷൻസിനെ ആദ്യം തന്നെ വലിച്ചെറിയാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് നിങ്ങൾ 2 ഓപ്ഷനിലേക്ക് എത്തുന്നു. ആ 2 ഓപ്ഷനിൽ 1 ഡിസ്ട്രാക്ടർ ആയിരിക്കും, അതായത് വഴി തെറ്റിപ്പിക്കുന്നത്, ശരിയെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ശരിയല്ലാത്ത ഉത്തരം. So you should read it again, the passage, and understand the meaning of the question once again, read the passage and then come back and fix the right answer. In most of the cases, understand that you shouldn't spend too long a time for a multiple choice question because it actually confuses you, irritates you, frustrates you, and finally it leads you to wrong answers. So make sure that your reading is perfect and you understand the question very well, you understand the passage very well, and that helps you to reach a conclusion quite faster. Thank you very much.